താരരാജാവായ സൽമാൻ കുറ്റിക്കോടിനും അനുയായികളായ ഉണ്ടപ്പായ്ക്കും ഡി കെക്കും വമ്പൻ സ്വീകരണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ മൂന്നാറിലെ സ്വർഗമായ പറക്കാട്ട് റിസോർട്ടിലാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. തിരിച്ചു പോവാൻ തോന്നാത്തത്ര വിധം ഞങ്ങളെ ആകർഷിച്ച പറക്കാട്ടെന്ന ഈ സ്വർഗത്തിലെ ഞങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും ഞങ്ങളുടെ സന്തോഷങ്ങളിലേക്കും തമാശകളിലേക്കും നിങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുകയാണ്. വർക്ക് ചെയ്യുന്ന പൂളൊക്കെ കാണിച്ചാൽ ഇത് പൂളൊക്കെ ഉണ്ടാവും. എന്താ കല്യാണ ആൽബം നോക്ക് സൽമാനെ. എല്ലാ റൂമും ഒന്നിനൊന്ന് മെച്ചം. ഏത് റൂം എടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് സൽമാൻ. കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ പൈനാപ്പിൾ ജ്യൂസ് നല്ലതാണ് അത്രേ. ഞങ്ങൾ ചെന്നിരുന്ന അധികമായില്ല, അപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക്സും ഞങ്ങളുടെ മുമ്പിലെത്തി. ഇവിടെയാണ് നമുക്ക് മെയിൻ ഫോട്ടോ പോയിന്റ് ഏരിയ വരുന്നത്. ഇവിടെ നിന്നാലും നമുക്ക് ഇനി ടീസിലേക്ക് വ്യൂ വരുന്നുണ്ട്. ഇവിടെയാണ് സൺസെറ്റ് സൺ വ്യൂ ഒക്കെ വരുന്നത്. എനി ടൈം ആക്സസിബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കുകയും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ ടീ ഒക്കെ ഇവിടേക്ക് വരും. നമുക്കപ്പോൾ ഇവിടെ ടീ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാം. ഒരു സ്റ്റാഫിനെ നമ്മുടെ കൂടെ അയച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് റിസോർട്ടിലെ ആക്ടിവിറ്റീസ് എന്താണ്, അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഒരു ഗൈഡിനെ പോലെ നമ്മളുടെ കൂടെ വിടണം എന്നുണ്ടെങ്കിൽ പറക്കാട്ട് റിസോർട്ട് അവരുടെ കസ്റ്റമേഴ്സിനോട് എത്രമാത്രം കരുതലുണ്ടാവും, അവരുടെ കസ്റ്റമേഴ്സിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഞാൻ അതിനോട് കുടുങ്ങിയിട്ട് ഇടയ്ക്ക് ചിരിച്ചാലല്ലേ, ഞാനതിനോട് കുടുങ്ങിയാലേ പിന്നെ ചെറിയ നിൽക്കൂലേ. അപ്പം ഇനി നമുക്ക് ഞങ്ങളുടെ റൂം കാണാൻ പോവാം. പറക്കാട്ട് റിസോർട്ടിലെ റൂംസ് എല്ലാം പ്രീമിയം റൂംസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂം എത്രത്തോളം ഭംഗിയുള്ളതാണ്, എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷ. അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. പൊളിക്കട്ടോ ഉഷാറാക്കണം സാർ. എവിടെ റൂം കണ്ടപ്പോ തന്നെ നേരത്തെ താരരാജാവ് എന്ന് വിശേഷിപ്പിച്ച ആള് ചാടിക്കളിക്കാൻ തുടങ്ങി. മറ്റേ ചെയറൊക്കെ ഉണ്ടാക്കിയേക്കുന്നു. വ്യൂ പോയിന്റ് കിട്ടോ ഈ റൂമിക്ക് ഒത്തിരി സെറ്റപ്പ് റൂമിക്കോ. അപ്പുറത്തെ റൂം പോയേക്കാ. സൽമാന്റെ പൊലിവും ഇങ്ങട് കട്ട കുത്തിക്കണു. ഇപ്പൊ തന്നെ ചാട്, ഇപ്പൊ തന്നെ ചാട്. ഇപ്പൊ തന്നെ ചാടുന്ന പോലെ കാട്ടിയത്. ഇന്നോണ്ട ഓർഡറടിക്കാന്റെ കുട്ടിനെ ഇവിടെ ഞാനും ഉമ്മാനും വാഫ അവിടെ ഞങ്ങൾ രണ്ടാളും ഇവിടെ കേട്ടോ. നിങ്ങൾ എവിടെ കിടന്നോളി കേട്ടോ. ഞങ്ങൾ രാത്രി പൂളിലുണ്ടാവും, പകലും പൂളിലുണ്ടാവും. പൂളിൽ തന്നെ ഓക്കെ. നീപ്പിച്ചേ രണ്ടെണ്ണം നീപ്പിച്ചു. എന്റെ റൂം എങ്ങനെയുണ്ട്? അടിപൊളി റൂം. വിളിച്ചേറ്റാലേ നാവ് ഉള്ളിക്കാണ്ട് പോവും. ഇങ്ങനെ വിളിച്ചേ. ആ മതി. ഇത് ബ്രൂ കോഫി, ഇത് ബ്രൂ കോഫി, ഇത് ചായ. അല്ല ഇത് ബ്രൂ കോഫി, ഇത് പാല്, ഇത് ചായ, പാല്. ചായ വേണോ? എനിക്കിപ്പോ ചായ ഉണ്ട്. അതിപ്പോ ചായ വേണോ? കുറച്ച് ഉണ്ടാക്കി തരാം കേട്ടോ. ഇത് ഫ്രിഡ്ജാണോ? ഇത് ഫ്രിഡ്ജ്. പിന്നെ അടിപൊളി. ഇതിന് വലിയ സെറ്റപ്പ് പിന്നെ എവിടെ കിട്ടാനാ? പോണോ? ഇന്ന് കുടിക്ക് പോണ്ട. എന്ത് ഇനി കുടിക്കില്ല. ചായ ഒക്കെ ഉണ്ടാക്കുക. ഇനി കുടിയേക്ക് പോണ്ടെന്നോ? ഇവിടെ നിക്ക. എന്താ പണ്ടൊരു ലെവല്. ഇതെന്താ ചായ ഉണ്ടാക്കലും തുടങ്ങിയോ? ഉണ്ടപ്പായി ചായ ഉണ്ടാക്കേണ്ടത് അത്ര പാടില്ല. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ആള് ഭക്ഷണത്തിനല്ലേ മുൻഗണന കൊടുക്കുള്ളൂ. ഞാനും സൽമാനാണെങ്കിൽ സൽമാൻ്റെ ഫോണിൽ ചാർജ് കയറ്റാൻ പെടുന്ന പെടാപ്പാട്.
ഓ നന്നായിട്ട് തന്നെ ഫോണിൽ ചാർജർ കേബിളിൽ കുത്തി കൊടുക്കുന്നത് കാരണം കൊണ്ട് ഫോണിൽ ചാർജ് കയറാൻ ശരി മലക്ക. അപ്പോൾ നിർത്തിയിട്ടും മലർത്തിയിട്ടും കുത്തിനെ നിർത്തിയിട്ടൊക്കെ വേണം ചാർജ് കയറാൻ. ഇനി ആ ഫോണിൽ ചാർജ് കയറുന്നില്ലെങ്കിലോ ഓ മൂഡ് ഓഫ് ആവും ചെയ്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ചാർജ് കയറ്റി കൊടുക്കുക. എന്താ ചായ അറിയാവുന്നേ കുടിക്കണ ചായ കടയിൽ ചായ അല്ല, ഇത് വേറെ ലെവൽ ചായ. സ്പെഷ്യൽ ദമ്മടി പറക്കാട്ട് സ്പെഷ്യൽ ചായ കേട്ടോ. സ്പെഷ്യൽ ചായ. ഇത് ബാൽക്കണി എന്താ ഇത് ബസ്സേതെ? ഓ നല്ല രസം. അനക്കട് പറ്റിയില്ലേ? പറ്റില്ലേ? അങ്ങോട്ട് നോക്ക്, ഞമ്മള് വന്ന റോഡ് കണ്ടോ? ആ തേയിലത്തോട്ടം കണ്ടോ? കുടീക്കിന് പോണ്ടാന്നോ? ഇവിടെ തന്നെ നിക്ക്. അത് നല്ല കഥ. നമ്മളേ ഇവിടെ കാലാകാലം നിക്കാനൊന്നല്ല വന്നിക്കണതേ. മറുപടി ചായ കേട്ടോ. ചായ 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 അടിക്കൂട്ടോ കുട്ടികളെ, ചായ അടിക്കൂട്ടോ. ചായപ്പൊടി ചായപ്പൊടി ചായ 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 വണ്ടിയോ? ആ ഗുട്ടു പോണ തീവണ്ടി വന്ന് ട്രെയിനാണോ വന്ന്? ചാടിക്ക്. ഞങ്ങൾക്ക് കിട്ടിയ റൂമും കാര്യങ്ങളൊക്കെ കറക്റ്റ് വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറക്കാട്ട് റിസോർട്ടിലെ റൂംസൊക്കെ പ്രീമിയം റൂംസ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടപ്പോൾ അത് മനസ്സിലായി. അത് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവും. സൽമാൻ റൂമും പൂളൊക്കെ കണ്ട പൊലിവിലി എന്തൊക്കെ പാടേ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് 4 പുറം നടക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അനുവദിച്ച പ്രൈവറ്റ് പൂള്. നമുക്ക് 2 റൂമാണുള്ളത്. ഈ റൂമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന പൂളാണിത്. ഇനി നമുക്ക് അടുത്ത റൂം കാണാൻ പോവാം. അതായത് ഉണ്ടപ്പാടി സൽമാൻ്റെ റൂം. ഉണ്ടപ്പായി ഇപ്പോഴും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ക്ലൈമറ്റ് അങ്ങനത്തെ ക്ലൈമറ്റ് ആണല്ലോ, ചായ എത്ര വേണേലും പോവും. അപ്പോൾ ഇതാണ് ടോളി നമ്മുടെ ഉണ്ടപ്പാടി സൽമാൻ്റെയും റൂം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? റൂമിലെ ഏത് സെറ്റിങ്സ് ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയുന്നില്ല. ഏത് സെറ്റിങ്സ് ആണെന്നുണ്ടെങ്കിലും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടി കാണിച്ചു തരാനുണ്ട് ടോളി. നേരത്തെ കണ്ടതാണെങ്കിൽ പോലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാൽക്കണി. അതിമനോഹരമായ വ്യൂ സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ബാൽക്കണി. ഇത് മിസ്റ്റർ DK. എന്താ അല്ലേ ഇന്നിപ്പോ ഇവിടെ നിന്നു. നാളെ ചെക്കൗട്ട് ആവുന്ന സമയത്ത് അവിടെ റിസപ്ഷനിൽ പൈസ കൊടുക്കണം. അത് കൊടുക്കല്ലെങ്കിലേ എന്റെ പണി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പൊറോട്ട മാവ് കുഴക്കണ വായി ഇങ്ങനെ കുഴക്കുക. ഇവിടെ പൊറോട്ട മാവ് കുഴച്ചു. ഇതെന്താ എന്തത്? അവിടെ ഇവിടെ ഇവിടെ ഇതൊക്കെ എന്തോടോ? ആ ഒടിക്ക വേറെ ക്രീം. ഇതെന്താ ബ്യൂട്ടി പാർലറോ? എണ്ണ. ഇതോ? ഇത് ഡോവ്. ഇത് ക്രീം ഉണ്ടോ? പോയി നോക്കട്ടെ. ഇതുണ്ടോ? ക്രീം ഫുള്ളെടുക്കും ഞാൻ. ഇതിന്റെ ശരീരത്തിൽ തകീല. അവിടെ തേക്കാന എടുക്കില്ല. ഹലോ എടുക്കണില്ല. ഓ ഫുള്ള് തേച്ചു തരോ? ഫുള്ള് തേച്ചോ? കുറച്ച് തേച്ചരാ. രണ്ടാളും ചാടി റൂമിൽ കഴിച്ചു. രണ്ടാളും ഒപ്പം ചാടി രണ്ടാളും ഒപ്പം ചാടി മൊത്തം കയറും. ചെറിയ പൂളാ. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. ബാഗ് എടുത്തേക്കണ്ടേ? ബാഗൊക്കെ ബാഗൊക്കെ ഹലോ ഒന്നിന് വാച്ചേ കേട്ടോ. വേമാന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ തീരുമാനാക്കും. എന്ത് ഫുള്ള് തീരുമാനാക്കും. ആ
എന്ത് ഇജ് ചാടിയാലേ ഈ വെള്ളം മൊത്തം റൂമിൽ കയറുന്നത്. അടിപൊളി. ഇന്നുണ്ട പൈ ചാടണ്ട. ഇപ്പൊ കുറച്ച് വെള്ളം ഇങ്ങോട്ട് കയറിക്കണു. ഹലോ, ഇനി ചാടണ്ട. ജി ചാടുന്നുണ്ടോ? ചാടുക ചാടും. വെറുതെ ഡയലോഗ് അടിച്ചരുത്. ശരിക്കും ചാടുവോ? അതേ പോയി ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ പൂളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കളിച്ച് തിമിർക്കാന്നുള്ള പ്ലാനിലാണ്. സൽമാൻ കണ്ടില്ലേ, നല്ല പൊലിവില. എന്ത് തണുക്ക് ഈ മേലെ കാണുന്നത് ക്യാമ്പ് ഫയർ വിത്ത് DJ. അത് കേട്ടുടഞ്ഞ് കണ്ടുടഞ്ഞ് ഉണ്ടപ്പായ്ക്കും സൽമാനും ഇളക്കം തുടങ്ങി. ഇതാ മാറ്റി, രണ്ടാളും മാറ്റി കുട്ടപ്പനായിട്ട് ഇതാ ക്യാമ്പ് ഫയറിന് പോവാൻ നിൽക്കാണ്. ഈ റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പോ 4 മോതിരണ്ട്. അത് 4ഉം കൈമ വേണം. മാമു ഞാൻ പോവാണ്. മാമു എന്താ പരിപാടി? ഡാൻസോ? നേരത്തെ അത് കണ്ടുകൂടെ? പിന്നെ മാമു തിന്നിട്ടാ ഡാൻസ് കളിച്ചിട്ടാ മാമു. മാമു എന്നിട്ട് ഡാൻസോ? അപ്പൊ കളിച്ചേന്നെ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ആദ്യം ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ. ഇതായിരുന്നു പോകുമ്പോഴുള്ള പ്ലാന്. പക്ഷെ പോകുന്ന വഴിക്ക് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്, ഫയർ, DJ സോങ്സ്, കമ്പിത്തിരി, പൂത്തിരി, മത്താബ്, പൂക്കുറ്റി ഇതൊക്കെ പാടെ കണ്ടപ്പോ സൽമാന് പ്ലാൻ അങ്ങോട്ട് മാറ്റി. ആദ്യം ക്യാമ്പ് ഫയർ ആയി. ഈ വക സാധനങ്ങളൊക്കെ സൽമാന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ അടുത്തോട്ട് പോവാന് അല്ലെങ്കിൽ അത് പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. കണ്ട് ആസ്വദിക്കുകയാണ് ആശാന്. നല്ലോണം പേടിയുണ്ട് എന്ന് ഡാൻസ് കളിക്കാൻ വേണം. കണ്ട തിരിഞ്ഞു നോക്കിയത് കണ്ടില്ലേ, എന്തെങ്കിലും പൊട്ടുമെന്ന് നോക്കുകയാണ്. അങ്ങനെ അവസാനം ആശാൻ 2 സ്റ്റെപ്പ് ഇട്ടു. ഫുഡ് അപ്പൊ ഇനി നമ്മള് ഭക്ഷണത്തിന്റെ സെക്ഷനിലേക്ക്. അത് വല്ലാത്തൊരു സെക്ഷൻ തന്നെ, കണ്ടു നോക്കി. സംഭവം നല്ല അടിപൊളി ബൊഫേ പരിപാടിയാണ്. നമ്മുടെ 4 പുറം ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള അത്ര കഴിക്കാം. സൽമാനും ഉണ്ടപ്പായ്ക്ക് അങ്ങോട്ട് ആകെ കുട്ടിങ്ങി. ഏതാ കഴിക്കുക? ഉണ്ടപ്പായ്ക്ക് തലയിൽ കൈവച്ച് മാന്താണ്. കൺഫ്യൂഷൻ അടിച്ചിട്ടേ ഇതിലിപ്പോ ഏത് കഴിക്കും എന്നുള്ള പ്ലാനിലാണ് ഇവർ രണ്ടുപേരും. ഇത്രയും ഫുഡ് അവിടെ എന്തായിട്ട് എന്ത് പറ്റിയ ആശാനെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ആശാന ആദ്യം വെറും ചോറ എടുത്ത്. ഇത് പനീർ മട്ടറൊക്കെ ഉണ്ട്, നമുക്ക് പറ്റൂല. അത് വെജിറ്റബിളാ, വെജിറ്റബിൾ അതൊന്നും തിന്നൂല. ഉണ്ടപ്പായി പിന്നെ എല്ലാം കുറച്ച് എടുക്കുന്ന കൂട്ടത്തിലാണ് ടോളി. എല്ലാ ഫുഡും ഉണ്ടപ്പായിക്ക് വേണം. ഇത് നാടൻ ഫിഷ് കറി. രണ്ടാൾക്കും നമ്മളെ കാത്തിക്കാനുള്ള ക്ഷമല്ല. ഓടിച്ചന്നിരുന്ന് ഫുഡ് അടി തുടങ്ങിക്കണു. എന്നിട്ട് ചോദിച്ചപ്പോൾ പറയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള സീറ്റ് അവർ പിടിച്ചിക്കണൂന്ന്. സീറ്റ് ഇപ്പൊ അവർ പിടിച്ചിട്ട് വേണം. അവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. രണ്ടാളെയും പാത്രം കണ്ടില്ലേ, നിറഞ്ഞു തുളുമ്പ്. ചോറ് കഴിഞ്ഞപ്പോ സൽമാന് ദോശ വേണം. ദോശയൊക്കെ ലൈവാണ്. എല്ലാം സ്പോട്ടില് ലൈവായിട്ട് അടിച്ചു തരും.
മുട്ടില്ലേ മുട്ട ഓംലെറ്റ് ഞാൻ പറഞ്ഞു. സ്പോട്ടിൽ തന്നെ നമുക്കുള്ള ദോഷമായിട്ടുണ്ട് നമ്മുടെ ടേബിളിലേക്ക്. സൽമ അതങ്ങനെ കാത്തിരിക്കുക, നമ്മളൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിരിക്കുക എപ്പോഴാ അത് വരികയെന്ന്. എടുത്തോ മീൻകറി മതിയോ? എന്ത് വരികണ്ട്? പപ്പടം വേണോ? പപ്പടം വേണ്ട. എന്താണ്ട് വേണ്ട എന്റെ മുക്കണത് സൽമാനെ മുട്ടോ എനിക്ക് വേണ്ട. എനിക്ക് മുട്ട, എനിക്ക് വേണ്ട മുട്ട. ഞാൻ ചെറുത് തിന്ന. പക്ഷെ ഞാനിന്ന് ഹാളിലാ കിടക്കുന്നത്. ഒട്ടക്കേന്ന് നിക്കണത്. വേണ്ട വേണ്ട എനിക്ക് വേണ്ട. എന്നിട്ട് ഒരു മുട്ട അതിൽ ഇന്ന കുറ്റം പറയുന്നല്ലേ? ഒരു മുട്ടാന്ന് വെച്ച് ഞാനുണ്ട് പയ്യെന്ന് അറിയുന്നല്ലേ? അത് വേണ്ട. എന്റെ മുട്ടിനെ വേണ്ട. പിന്നെ ഫുഡല്ലേ ഇവിടെ നിന്ന് തിന്നാണോ? ഞാൻ കുടിയിൽ തിന്നണ്ട. ഡെയിലി ഇങ്ങോട്ട് വരാം. ഇത്രയും വ്യത്യസ്തമായ ഫുഡ് കിട്ടല്ലേ, അപ്പൊ ഡെയിലി ഇവിടെ വന്ന് നിന്നാലോന്ന് സൽമാന് ഉണ്ടപ്പായിനോട്. എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ് അല്ലേ? സൂപ്പർ ഭക്ഷണം. അത് ഇഷ്ടായില്ലേ? നല്ല വൃത്തിയില് നല്ല ഫുഡ്. സൽമാന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, സൽമാൻ എവിടെങ്കിലും പോയിട്ട് ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ആള് പിന്നെ സൽമാന്റെ കുടുംബമാവും. ഏതെങ്കിലും വഴിക്ക് ഓന്റെ കുടുംബം ആക്കുവോന്. ഇവിടെ അതാ ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കാണ്. കുഞ്ഞാന് ഇവനെ അവിടെ ഒരു കുട്ടിയെ കണ്ടിക്കണേ. അവിടെ ഒരു കുട്ടിനെ ചെറുപ്പശ്ശേരി പട്ടിശ്ശേരി അല്ലേ? അപ്പൊ എന്റെ കുടുംബത്തിനെ കുഞ്ഞാലില്ലേ? എങ്ങനെ എന്റെ കുടുംബം? കുഞ്ഞാലില്ലേ? കുഞ്ഞാല് സിനിമാനെ വെറുതെ സീനുണ്ടാകണ്ട. എന്റെ കുടുംബം പണി. എന്റെ കുടുംബമൊന്നുമില്ല. വലിയ കഥ ഉണ്ടപ്പായ ഇപ്പൊ തിന്നത് ഞങ്ങളുടെ നാട്ടിൽ കടിച്ചാപ്പറച്ചി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? അങ്ങനെ ഉണ്ടപ്പായുടെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വെറൈറ്റി സലാഡ്, അതുപോലെ നൊസ്റ്റാൾജിയ വരുന്ന നമ്മളെ പഴയകാല മിഠായിലെ കടിച്ചാപ്പറച്ചി, പുളിമുട്ടായി, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതാണ് ടോളി സൽമാൻ ഇവിടെ വന്നിട്ട് കുടുംബ ബന്ധം സ്ഥാപിച്ച ആ കുടുംബക്കാരത്തി. ഇവിടെ ട്രെയിനിങ്ങിന് വന്ന സ്റ്റാഫാണ്. ഇപ്പോൾ അവൻ്റെ കുടുംബക്കാരത്തിയായി. കുടുംബക്കാരത്തിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ആശാന്. അവിടെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വ്യത്യസ്തമായ ഫ്രൂട്ട്സും സലാഡ്സും എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട്. സലാഡും ഫ്രൂട്ട്സും മാത്രമല്ല, ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ്, വ്യത്യസ്തമായ പുട്ടിങ്ങൾ, വ്യത്യസ്തമായ ഐസ്ക്രീമുകൾ. എന്താ ഇവിടെ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഒന്നും ഇവിടെ കിട്ടാത്തതില്ല. എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്താ തെറ്റ് കൊടുക്കണത്? എന്താണ് സൽമാന് സന്തോഷത്തോടെ ആ ചൂണ്ടിക്കാട്ടിയത് കണ്ടില്ലേ? മൂന്നാറിലെ ആ ലൈറ്റ് വ്യൂ ആണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റ് ആവും എന്നറിയില്ല. പക്ഷേ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ജ്യൂസോ ഭക്ഷണമോ ഐസ്ക്രീമോ എന്തും കഴിച്ച് അടിപൊളിയായിട്ട് നല്ല ആംബിയൻസിൽ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. വയറ് ലോഡായിക്കോട്ടെ. മിക്സഡാണെന്ന് തിന്നിക്കണേ. ഒരൈറ്റം അല്ലല്ലോ, എല്ലാ ഐറ്റവും നമ്മൾ കഴിച്ചില്ലേ? ആ ഇനി രാവിലെ ഉണ്ടപ്പോ നീച്ച കഴിഞ്ഞാൽ നീച്ചിട്ടില്ലെങ്കിൽ കുടിക്കും കൊണ്ടുപോകണം കേട്ടോ. എങ്ങനെയാലും എത്തിച്ചണം.
ഇനി ഒരടി നടക്കാൻ പറ്റിയ വേറെ റൂം പോവുക ഉണ്ടോ കഞ്ചി എന്താ അടി അടിച്ചില്ലേ അല്ലേ ആണോ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇതിലും മനോഹരമായ കാഴ്ചകളും തമാശകളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഇതിൻ്റെ അടുത്ത പാർട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നാളെ കാണുന്നത് വരേക്കും ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നോക്കണം. നാളെ